പിതാവെ, നമ്മുടെ രൂപതയുടെ നാൾവഴികളും പിതാവിൻ്റെ ജീവിതവും ദൈവവിളിയുടെയും ഒക്കെ ഓർമ്മകൾ ഒത്തിരി ഭംഗിയായിട്ട് പിതാവ് പങ്കുവച്ചു. ഒരുപാട് നന്ദി. പിതാവ്, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ ഈ വർഷം പ്രത്യാശയുടെ വർഷമായിട്ട്, ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അത് നമ്മുടെ രൂപതയുടെ ജൂബിലിയുമായിട്ട് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ പിതാവിന് ഞങ്ങളോടും രൂപതയോടും മറ്റു ജനങ്ങളോടും, പ്രത്യേകിച്ച് യുവജനങ്ങളോടും ഒക്കെ എന്താണ് പറയാനുള്ളത്? 2025 മഹാജൂബിലിയുടെ വർഷമായിട്ട് പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ആദർശമായിട്ട് തീർച്ചിട്ടുള്ളത് പ്രത്യാശയുടെ ജീവിതം, തീർത്ഥാടനം എന്നുള്ളതാണ്. നമ്മളേവരും തീർത്ഥാടകരാണ് ഇവിടെ. ആ തീർത്ഥാടനം പൂർത്തീകരിക്കുന്നത് പ്രത്യാശപൂർണമായ ജീവിതത്തിൻ്റെ സമാപ്തിയിൽ കർത്താവിനോടുകൂടി ഒന്നിച്ചേരുമ്പോഴാണ്. ആ ഒരു പ്രത്യാശയിൽ നമ്മൾ വളരാനും അതിനുതകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഇവിടെ തന്നെ ക്രമീകരിക്കുവാനും പ്രത്യേകം പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക. ഏതായിരുന്നാലും നമ്മുടെ രൂപതയെ സംബന്ധിച്ചോളം ഈ മഹാജൂബിലി വർഷത്തിൽ തന്നെ ഈ രൂപതയുടെ ജൂബിലിയും ആഘോഷിക്കാൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ രൂപതയുടെ ജൂബിലിയിൽ നമ്മൾ ആദർശമായിട്ട് എടുത്തിട്ടുള്ളത് സെലിബ്രേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹെറിറ്റേജ് എന്നുള്ള ആശയമാണ്. വിശ്വാസ അധിഷ്ഠിതമായ പരമ്പരാഗതമായ പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന വിശ്വാസ ജീവിതത്തിലേക്കാണ് നമ്മൾ പ്രത്യേകമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തുക. നമ്മുടെ രൂപതയുടെ സംവിധാനങ്ങൾ കൊണ്ടുമെല്ലാം സഭയുടെ സംവിധാനം കൊണ്ടുമെല്ലാം ഉദ്ദേശിക്കുന്നതും ആ രീതിയിലുള്ള ഒരു വളർച്ചയാണ്. വിശ്വാസത്തിൽ ആഴപ്പെടണം, പ്രത്യാശ നമ്മൾ വളരണം, ഒപ്പം സ്നേഹത്തിൻ്റെ നല്ല പ്രേക്ഷിതരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യണം. അതിനുതകുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഈ ജൂബിലിയോടനുബന്ധമായ രീതിയിൽ നമ്മുടെ രൂപതയിൽ ജോയി ആലപ്പാട്ട് പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാം ക്രമീകരിച്ചു വരുന്നത്. അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം എന്നുള്ളത് ഔദ്യോഗിക ഉദ്ഘാടനം, രൂപതാനത്തിലുള്ള വിപുലമായ ഉദ്ഘാടനം നടക്കുന്നത് തന്നെ 2025 മെയ് 21, 24 സ്ത്രീകളിൽ ന്യൂജേഴ്സിയിലുള്ള സെൻറ് തോമസ് സീറോ മലബാർ കൊറിയൻ കാത്തലിക് ചർച്ച് അവിടെ വെച്ചാണ് നടക്കുക. സോമർസെറ്റ് അവിടെ വെച്ചാണ് നടക്കുക. ദ വികാരിറ്റി കോൺഗ്രസ്, ദ യൂക്കറിസ്റ്റിക് കോൺഗ്രസ്. അതാണ് നമ്മുടെ വിശ്വാസ കേന്ദ്ര ബിന്ദുവായിട്ടുള്ളത്. പരിശുദ്ധ കുർബാനയാണല്ലോ. ആ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിശ്വാസ ജീവിതം, അതിലേക്ക് എല്ലാവരെയും വിശ്വാസ സമൂഹത്തെ മുഴുവനെയും കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിലേക്ക് എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രാർത്ഥനയും എല്ലാം പ്രത്യേകമായി ക്ഷണിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്രിസ്ത്യാനികളായിരിക്കുന്നവരെ മാത്രം നോക്കി വളരുന്ന ഒരു പ്രവർത്തനമല്ല നമ്മുടെ സഭ വീക്ഷിക്കുന്നത്. സഭ സ്വഭാവത്താലെ പ്രേക്ഷതയാണ്. മറ്റുള്ളവരിലേക്ക് ഈശോയെ എത്തിച്ചു കൊടുക്കുക, എല്ലാ ജനത്തെയും ഈശോയിൽ കൊണ്ടുവരിക എന്നുള്ള വലിയ ഒരു പ്രേക്ഷിത ദൗത്യം എല്ലാ സാഹചര്യത്തിലും നമുക്കുണ്ട്. മാമോദീസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണല്ലോ. ആ ഒരു ദൗത്യം കൂടി നമ്മൾ ഈ ജൂബിലി ആഘോഷത്തോടുകൂടി കുറച്ചുകൂടി ആഴപ്പെടുത്തി വളർത്തി എടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വളർന്നു വരുന്ന തലമുറയിൽ നമ്മുടെ തന്നെ സഭയിലെ ശ്രീറാമുള്ള സഭയിലെ ഈ രൂപതയിൽ തന്നെ ചിക്കാഗോ രൂപതയിൽ തന്നെ വളർന്നു വരുന്ന തലമുറ കൂടുതൽ സഭാത്മകമായി വളരാനായിട്ട് ശ്രദ്ധിക്കണം. അവരെ സഭയോട് ചേർത്ത് നിർത്തുവാനായിട്ട് മുതിർന്നവരും അച്ഛന്മാരും സിസ്റ്റേഴ്സും സഭയിലെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് എല്ലാവരും ഏക മനസ്സോടെ ഉത്സാഹിക്കേണ്ടതാണ്. അങ്ങനെ കുട്ടികൾ വളർന്നു വരുന്ന മതബോധനത്തിലൂടെ നമ്മളതാണ് ലക്ഷ്യമാക്കുന്നത്. മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ കൂടുതൽ പ്രേക്ഷിത മനോഭാവം വളർത്താൻ നമ്മൾ എത്തിക്കുന്നു. ഒപ്പം യൂത്ത് ഓർഗനൈസേഷനിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അവരെ കൂടുതൽ സഭയിൽ സജീവമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികളുടെ സഹായത്തോടെയും അതുപോലെ തന്നെ നമ്മുടെ ആത്മായ പ്രേക്ഷിതരുടെ സഹായത്തോടെയും എല്ലാവരെയും പ്രബുദ്ധരാക്കിക്കൊണ്ട് പ്രേക്ഷിത ദൗത്യത്തിലെ കൂടുതൽ ആഴപ്പെട്ടും വളർന്നും ഉയർച്ചയിലേക്ക് വരുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ ഒരു പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഈ സമയം നിങ്ങളോടൊത്ത് ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചു. അതിൻ്റെതായ രീതിയിൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ സംരക്ഷണ മധ്യസ്ഥയും മാതൃകയും എല്ലാം നമുക്ക് പ്രചോദനമാകട്ടെ. ഈ വിദൂര ദേശത്തും നമ്മുടെ സഭ ആഴപ്പെട്ട് ഉയരങ്ങളിലേക്ക് വളരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ക്രമീകരിച്ച് നിങ്ങളോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു.
ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവെ, ഒരുപാട് നന്ദി. പിതാവിൻ്റെ ഓർമ്മകളും നമ്മുടെ രൂപതയുടെ വളർച്ചയും ഒക്കെ ഒരുപാട് ഭംഗിയായിട്ട് പിതാവ് പങ്കുവച്ചു. പിതാവിന് ജൂബിലിയുടെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ ഞങ്ങൾ നേരുന്നു. പിതാവിൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണം പ്രത്യേകമായിട്ട്. നന്ദി പിതാവേ.